ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളിൽ കള്ളത്തരമുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണ്. നമ്മൾ എത്ര ചോദിച്ചിട്ടും നമ്മൾ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും സത്യം എന്താണെന്ന് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇവർ പറയുന്നത് കള്ളാണോ സത്യമാണോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 5 സൈനുകൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ സൈഡിൽ നിന്നും ഉണ്ടാവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഞാനിപ്പം പറയാൻ പോകുന്നത് കള്ളം പറയുന്ന സ്ത്രീകൾ കാണിക്കുന്ന 5 ലക്ഷണങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, കഥയിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് ഇപ്പൊ അവര് നിങ്ങളോടൊരു സ്റ്റോറി പറയാണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങളോട് പറയുന്നു. അപ്പം അത് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വീണ്ടും ആ സ്റ്റോറി റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ആ സ്റ്റോറി വീണ്ടും നിങ്ങളോട് പറയുന്നു. പക്ഷെ ആ പറയുന്ന സമയത്ത് അതിലെ ചില ഡീറ്റെയിൽസ്, ചില സന്ദർഭങ്ങൾ എല്ലാത്തിലും കംപ്ലീറ്റ്ലി എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ പിന്നെയും വേറെ എന്തോ ഒരു സിറ്റുവേഷനിൽ ആ സ്റ്റോറി പിന്നെയും പറയുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ 2 കഥകളിൽ നിന്നും ഒന്നുകൂടെ മാറിയിട്ടാണ് ആ ഒരു കഥ അവർ പിന്നെയും പറയുന്നത്. ഈ രീതിയിൽ അവർ പറഞ്ഞ സ്റ്റോറീസിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കള്ളമാവാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം ഒരാള് പറഞ്ഞൊരു കാര്യം അത് റിയൽ ആയിട്ട് നടക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞൊരു കാര്യമാണെങ്കിൽ ആ ഒരു കാര്യം കേട്ട നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, പക്ഷെ പറഞ്ഞ അവർക്ക് ഒരിക്കലും ഓർമ്മ ഉണ്ടായിരിക്കില്ല. ഓർമ്മ ഉണ്ടാവും, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓർമ്മ ഉണ്ടായിരിക്കില്ല. അപ്പൊ അവർ ഓരോ തവണ പറയുമ്പോഴും അത് ഓരോ രീതിയിലായിരിക്കും അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ ഈ രീതിയിൽ സ്റ്റോറീസ് നിങ്ങൾക്ക് മുന്നിൽ മാറ്റിയും മറിച്ചും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന സ്റ്റോറിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, അവര് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. അപ്പൊ ആ കാര്യത്തിനെ കുറിച്ചിട്ട് ലോജിക്കലി നിങ്ങൾ അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നോർമലി ആ ക്വസ്റ്റ്യന് ചിലപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്നതായിരിക്കും. അത് നമുക്ക് അവരെ സംശയം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ എങ്കിൽ പോലും അവർ ആ ക്വസ്റ്റ്യനിൽ നിന്നും എങ്ങനെയെങ്കിലും വിഷയം മാറ്റാനായിട്ടായിരിക്കും ശ്രമിക്കുക. ഒരിക്കലും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ അവർക്ക് കഴിയില്ല. കാരണം അതിന്റെ അർത്ഥം എന്താണ്, അവർ പറയുന്നത് കള്ളാണെന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, അവരെന്തെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ അതിന് ഓവറായിട്ട് വിശദീകരണം തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അതായത് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിലുണ്ടാവും, അവർ പറയുന്ന നുണയാണെങ്കിൽ. അപ്പം ഈ ഒരു കഥയെ നിങ്ങളെ വിശ്വസിപ്പിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള കഥകളും ഒരുപാട് വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ആ പോയ സമയം എങ്ങനെയായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും ഈ പറയുന്ന കാര്യം ഒന്ന് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കഥകൾ പറയുമ്പോൾ അതിന് ഓവറായിട്ട് എക്സ്പ്ലനേഷൻസ് തരുമ്പോൾ, നമ്മൾ ചോദിക്കാതെ തന്നെ ഓവറായിട്ട് എക്സ്പ്ലനേഷൻസ് തരുന്നത് കാണുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇവർ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത്. ഇനി നാലാമത്തെ കാര്യം ബോഡി ലാംഗ്വേജ് ആണ്. ഇവർ പറയുന്ന ഒരു കാര്യം കള്ളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരുപാട് നേരം നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് തന്ന് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അവരിങ്ങനെ താഴെ നോക്കിയിട്ട് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കിയിട്ട് ഈ രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് തന്ന് സംസാരിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കള്ളം പറയുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ കണ്ണിൽ ഡയറക്റ്റ് നോക്കി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് അവർ ഒരിക്കലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഐ കോണ്ടാക്ട് തരില്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ നോക്കാന്നുണ്ടെങ്കിൽ, അവര് നിങ്ങളോട് പറയുന്ന കഥയിൽ അവർ പറയുന്നത് അവർ ഭയങ്കര കൂളാണ്, നമ്മൾ അത്ര നെർവസ് ഒന്നും അല്ല എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ സ്റ്റോറി പറയുന്നത്. പക്ഷെ നമ്മൾ അവരുടെ കൈ അതുപോലെ തന്നെ അവരുടെ ചുണ്ടുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ വളരെയധികം നെർവസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതായത് കൈകൾ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ടെൻഷൻ ആകുമ്പോൾ കാണിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും അവർ കാണിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഇങ്ങനെ കൈകൾ തമ്മിൽ ഉരയ്ക്കുക,
അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇവരിങ്ങനെ അവരുടെ ഇങ്ങനെ അടച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ വായിന്റെ സൈഡിലേക്ക് ഇങ്ങനെ തുടയ്ക്കുന്നത് പോലെ കാണിക്കുക, ഈ രീതിയിലൊക്കെ ഉള്ള സിംറ്റംസ് ഒക്കെ ഒരാൾ കള്ളം പറയുമ്പോൾ വരുന്ന ഒരു സിംറ്റംസ് ആണ്. അപ്പൊ ഈ രീതിയിലൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ഇനി 5ാമത്തെ കാര്യം, ഓവർ റിയാക്ട് ചെയ്യുക. അതായത് ഇപ്പം അവരൊരു കാര്യം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേ, അല്ലെങ്കിൽ ആ സമയത്ത് നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ, അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇവരൊന്നെങ്കിൽ ഭയങ്കരമായിട്ട് അതിനോട് ദേഷ്യപ്പെടും. നിനക്ക് എന്തെങ്കിലും സംശയമാണോ, ഞാൻ പറയുന്ന വിശ്വാസമല്ലേ, ഞാൻ പറയുന്ന കള്ളാണെന്ന് തോന്നുന്നുണ്ടോ, ഈ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് അവർ ഓവർ റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കരയും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ട്രാക്ക് ആയിരിക്കും, എന്താ നിനക്ക് എന്നെ വിശ്വാസമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ അവരോട് ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നതായിട്ടും അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവ രീതി അവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾ അതിനെ ക്വസ്റ്റ്യനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് എന്തൊക്കെയോ കള്ളം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളോട് സിമിലർ ആയിട്ടുള്ള പല ലക്ഷണങ്ങളും മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ പല ആളുകളും കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് വിചാരിച്ച് എല്ലാവരും പറയുന്നത് കള്ളമാണ്, അല്ലെങ്കിൽ അവർ കള്ളം പറയാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യരുത്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒരാൾ കാണിക്കുന്നുണ്ട്, നമുക്ക് നമ്മളുടെ ഒരു ഉള്ളിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, ഇവൾ എന്നോട് കള്ളം പറയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു തോന്നലിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ചെയ്യരുത്. കാരണം നമുക്ക് ചുറ്റും കള്ളം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള ആളുകളും ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.